മോർണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ ഓണം എക്സാം ഒക്കെ ഇങ്ങനെ എത്താറായി. നമ്മളൊക്കെ അതിന്റെ ടെൻഷനിലാണ് അല്ലെ. ടെൻഷൻ ഒന്നും അടിച്ചു തുടങ്ങണ്ട, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. എന്ത് ചെയ്യും, നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കറക്റ്റ് ആയിട്ട് മക്കളെ പഠിപ്പിച്ച് സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ എക്സാമിലേക്ക് വിടത്തുള്ളൂ. റെഡി? അപ്പൊ നമുക്ക് എക്സാമിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കാര്യം എന്താ മിസ്സേ? എല്ലാം പഠിച്ചു, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എല്ലാ കുട്ടികളും പൊതുവെ പറയുന്നതാണ്. ഇനി നമ്മുടെ മക്കൾ എന്ത് ചെയ്യരുത്, ആ ഒരു പ്രശ്നം പറയരുത്. അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് മിസ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരും. കൂടെ തന്നെ നമ്മളുടെ എക്സാമിനുള്ള പോർഷനിൽ ഏറ്റവും അവസാനം പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ ആണ് റെസിപ്രോക്കൽസ് അല്ലെങ്കിൽ വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സ്കൂളിൽ ഏറ്റവും അവസാനം എടുത്ത ചാപ്റ്റർ ആണ്. നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടിയിട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ ഒന്നും നമുക്ക് അതേ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതും മിസ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരും. അതിനുവേണ്ടി മിസ് ഇന്നൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെയായിരിക്കും ഈ വിപരീത ഭിന്നങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരിക. ഏകദേശം ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ബാച്ച് ആണ്, ഓണം എക്സാം എഴുതാൻ പോകുന്ന ആദ്യത്തെ ബാച്ച്, അതായത് ടെക്സ്റ്റ് ബുക്ക് മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ ബാച്ച് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയാവാം ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മിസ്സിന് തോന്നുക. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യനുമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുക മക്കളെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കൂൾ നവീകരണം. എന്താ പറയുന്നേ? ആദ്യം മക്കൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഒരാൾ എന്താ ചിന്തിക്കുക, നിങ്ങൾക്ക് എങ്ങനെ ടഫാക്കാം എന്നുള്ള ചെറിയൊരു ചിന്ത ഉണ്ടാവും അല്ലെ. നിങ്ങളെ ഒന്ന് കുഴപ്പിച്ചാലോ എന്നുള്ളൊരു ഐഡിയ മനസ്സിലുള്ളവരാണ് എങ്കിൽ അപ്പൊ നിങ്ങളെ ഒന്ന് വട്ടം കറക്കാനുള്ള എല്ലാ സാധനങ്ങളും ക്വസ്റ്റ്യനിൽ തരും. നമ്മൾ വട്ടം കറങ്ങാൻ പാടുമോ? കറങ്ങാൻ പാടില്ല. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതൊരു പ്രാവശ്യം വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. രാജുവിന്റെ സ്കൂൾ നവീകരിക്കാൻ ജനകീയ സമിതി തീരുമാനിച്ചു. രാജുവിന്റെ ക്ലാസ്സിലെ വരാന്ത ടൈലാക്കണമെന്ന് അവർ തീരുമാനിച്ചു. ഓക്കെ, വരാന്തയുടെ സ്കെച്ച് തയ്യാറാക്കി നോക്കൂ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്രയും ആൾക്കാരുടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ വായിച്ചു, നമുക്ക് സംഭവം മനസ്സിലായി, നമ്മൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇയാളെ നമ്മൾ ഇനി വായിക്കേണ്ടതില്ല, കാരണം അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി ഇംഗ്ലീഷ് മീഡിയം കാര്യത്തിലേക്ക് വരുമ്പോൾ, ജനകീയ സമിതി ഡിസൈഡഡ് ടു റിനോവേറ്റ് രാജുസ് സ്കൂൾ. As a part of this, Raju and his friends decided to pave tiles on the veranda. The sketch of the veranda is given below. ഓക്കെ, ഇതൊരൊറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. വായിച്ചു, കട്ട് ചെയ്തു, കളഞ്ഞു. പിന്നെ രണ്ടാമത്തെ വായനയിൽ അത് വേണ്ട. സംഭവം മനസ്സിലായി. ഒരു വരാന്തയുണ്ട്, ചതുരമാണ്, റെക്ടാങ്കിൾ ഷേപ്പാണ്, റിനോവേറ്റ് ചെയ്യാൻ പോവാണ്. സംഭവം മതി, അത്ര മതി. ഓക്കെ, നമ്മുടെ വരാന്ത തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചതുരാകൃതിയിലുള്ള വരാന്തയുടെ പരപ്പളവ് എത്രയാണ്? അതായത് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, നീളം ഇൻറ്റു വീതിയാണ്. നീളം എത്രയാ ഇവിടെ? 4/1/2. വീതി എത്രയാണ്? 2. 4/1/2 കാണാൻ വലിയ വൃത്തിയൊന്നുമില്ല, കാരണം അതൊരു മിശ്ര ഭിന്നമാണ് അല്ലെ. ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് 4/1/2. അത് വെച്ച് കാൽക്കുലേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 4/1/2 മേക്കപ്പ് ചെയ്ത് സുന്ദരനാക്കാൻ പോവാണ്. സിമ്പിൾ ആയിട്ട് ഇവിടെ ഗുണിക്കുക, ഇവിടെ കൂട്ടുക. ഓക്കെ, 4 × 2 എത്രയാടാ? 4 × 2 8. ഒന്ന് കൂട്ടിയാലോ? 9. 9/2. അപ്പൊ ഈ 4 1/2 എന്നുള്ളതിനെ 9/2 എന്ന് എഴുതാം. ഇവിടെ 2 എന്ന് എഴുതിയതിനെ 2/1. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സിന് എവിടുന്ന ഇപ്പൊ ഈ 1 കയറി വന്നേന്ന്? എടാ, ഏത് നമ്പർ നിങ്ങൾ എഴുതിയാലും അതിനിടയിൽ 1/1 ഉണ്ട്. നമ്മൾ പറയുന്നില്ല എന്നേലും. നമുക്ക് ഭയങ്കര ബുദ്ധിയാണ് അല്ലേ? അത് വെച്ച് നമ്മളത് കാണിച്ചു നടക്കോ? ഇല്ല. അതേപോലെയാണ് ഈ /1. അവിടെ ഉണ്ട്, പക്ഷെ അത് പുറത്ത് പറയത്തില്ല. /1. ഓക്കെ, ഇനി നോക്കുക, രണ്ട് ഫ്രാക്ഷൻസിനെ എങ്ങനെ ഗുണിക്കാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 2 എത്രയാടാ? 18 / 2. 18 ഹരിക്കണം 2, സിമ്പിൾ 9 മീറ്റർ സ്ക്വയർ. ഇതാണ് ആ വരാന്തയുടെ ഏരിയ. പിടിച്ചോ, കഴിഞ്ഞില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. ഹൗ മെനി സ്ക്വയർ ടൈൽസ് ഓഫ് സൈഡ് 1/2 meter
ആർ റിക്വയർഡ് ടു പേവ് ദ വരാന്ത. അതായത് വരാന്ത ടൈൽ ചെയ്യുന്നതിന് 1/2 മീറ്റർ വശമുള്ള എത്ര സമചതുര ടൈൽസ് വേണ്ടി വരും? അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു ടൈൽ ഉണ്ട്, നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ടൈൽ എന്ന് പറയുന്നത് ഒരു സമചതുര ടൈലാണ്. 1/2 മീറ്റർ ആണ് അതിന്റെ എല്ലാ സൈഡും. അപ്പൊ വലിയ വരാന്തയിൽ ഇങ്ങനത്തെ എത്ര ടൈലുകൾ കൊള്ളും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? വലിയ വരാന്തയുടെ ഏരിയയിൽ നിന്ന് കുഞ്ഞു ടൈലിന്റെ ഏരിയ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം അങ്ങനത്തെ എത്ര ടൈലുകൾ കൊള്ളും എന്നല്ലേ ചോദ്യം. മുഴുവൻ ഏരിയ നമുക്കറിയാം, അതിൽ നിന്ന് നമ്മുടെ കുഞ്ഞു ടൈലിന്റെ ഏരിയ ഹരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് ടൈലിന്റെ ഏരിയ അല്ലെ. ടൈലിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ലെങ്ത്. ഇവിടെ സ്ക്വയർ അല്ലേ, എല്ലാ സൈഡും സെയിം അല്ലേ. അപ്പൊ എന്ത് വരും? 1/2 ഇൻറ്റു 1/2. പിന്നെ സിമ്പിൾ. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 1/4 മീറ്റർ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വരാന്തയുടെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ് ടൈലിന്റെ പരപ്പളവ്? ഭാഗവും മടങ്ങും നമ്മൾ പഠിച്ചതാണല്ലേ. എന്താണ് വരാന്തയുടെ പരപ്പളവ്? എത്രയാ? 9. ശരിയല്ലേ? 9. ടൈലിന്റെ പരപ്പളവ് എത്രയാ? 1/4. അപ്പൊ ഈ 1/4 എന്ത് ചെയ്യണം? 9 ആയിട്ട് മാറണം. 1/4 9 ആവണം. അപ്പൊ എന്തുകൊണ്ട് ഗുണിക്കണം? ഇവിടെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 9 ആയിട്ട് മാറും. അത് ഏതായിരിക്കും ആ സംഖ്യ? സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 9 ഹരിക്കണം 1/4. 9നെ 1/4 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ഇവിടെ എത്ര ടൈംസ് ആണ് എന്ന് കിട്ടും, എത്ര മടങ്ങാണ് എന്ന് കിട്ടും. ഓക്കെ, അത് എത്രയാ വരിക? 9 ഇൻറ്റു 4/1. 9 ഇൻറ്റു 4/1 എത്രയാണ്? 36. ഇനി തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെയാ വരിക? എത്ര ഭാഗം എന്ന് ചോദിച്ചാലോ ഇതിന് എത്ര കൊണ്ട് ഗുണിക്കണം? ഈ നമ്പറിന്റെ റെസിപ്രോക്കൽ, വിപരീത ഭിന്നം, അത് 36 1/36 ആണ്. അതായത് 9ന്റെ 1/36 പാർട്ടാണ് 1/4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരും. അപ്പൊ നമ്മുടെ ചാനൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവ്രിവൺ.